അത് ഇമാം ഷാഫി റളിയല്ലാഹു പറയുന്ന കാര്യം ഷെഹ്റാനി ഇമാം വളരെ വിശദമായി തന്റെ ആദാബുൽ ഉബൂദിയയിൽ പറയുന്നു. ഒരാൾ പറയുന്നത് ഇപ്പൊ പള്ളിയിൽ ആരുമില്ല, രാവിലെ 10:30, ഒരാളും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പൊ 2 റസ്മുൽ ഉസ്മാനിയുടെ നല്ല വൃത്തിയുള്ള മുസാഫ് അവിടെ കൊണ്ടേക്കുക, ആരും കണ്ടിട്ടില്ല. അൽഹംദുലില്ലാഹ്, സന്തോഷം. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, പിറ്റേന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ആ ഖുർആൻ എടുത്തിട്ട് ആരും ഖുർആൻ ഓതുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷം ഉണ്ടാവണമല്ലോ. എന്നല്ല ഈമാന്റെ അടയാളം. ഇത് അസറത്തുക ഹസനത്തുക, നിനക്ക് നന്മ കാണുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിൽ നീ മുഅ്മിനല്ലേ, അത് കാണുമ്പോൾ സന്തോഷം ഉണ്ടാവണമല്ലോ. അൽഹംദുലില്ലാഹ്. അത് നമ്മുടെ ഉസ്താദ്മാര് ഈ മുത്താലിമീങ്ങൾ ഓതി പഠിക്കുന്ന ഉസ്താദ്മാർക്ക് എത്ര സന്തോഷം ഉണ്ടാവും? സന്തോഷമല്ലേ? ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ്മാരാ ദ്വാരം നിന്നിട്ട് ഇങ്ങനെ ബലം തരത്ത് എത്ര ദ്വാരക്കും. ഞാൻ ഉസ്താദ്മാരുടെ അടുത്ത് പോയാൽ ഒരിക്കൽ സക്കാ ഉസ്താദിന്റെ അടുത്ത് തന്നെ പോയാൽ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദ് എനിക്ക് ദ്വാരം തരണം. പിന്നെ എനിക്ക് ദ്വാരക്കാണ്ടില്ല, ഞാൻ ദ്വാരക്കല്ലുണ്ട്. അതന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മൊമെന്റോയും ഷാറും റീചാർജും എല്ലാം. അള്ളാഹു നമ്മുടെ ഉസ്താദ്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതാ നമുക്ക് കിട്ടുന്നത്. പറഞ്ഞു വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ. ഈ ദിക്റിന്റെ മഹത്വം എങ്ങനെയാ പറയുന്നറിയോ? 99 വലിയ ഏടുകൾ, തെറ്റുകുറ്റങ്ങളുടെ കൂമ്പാരമായിട്ടുള്ള ഏടുകൾ അയാളുടെ തട്ടില്, തിന്മയുടെ തട്ടിൽ വെക്കും. നാട്ടുകാർ അഥവാ മഹ്ശറിൽ ഒരുമിച്ച് കൂടിയ സർവ്വ മനുഷ്യന്മാരും പറയും, ഹലക്ക, ഈ ചങ്ങായി പോയി, പരാജയപ്പെട്ടു, നശിച്ചുപോയി, ഉറപ്പായിട്ട് ഇയാൾ തോറ്റു, എന്താ ചെയ്യാം? അപ്പോഴാണ് അയാൾ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ വരിക. അത് വിരലോടുകൂടി അയാൾ വിജയിക്കും. കുറേ ദിക്റൊന്നും നമ്മൾ ആ അർത്ഥത്തിൽ ചൊല്ലുന്നില്ലെങ്കിലും ആ നിസ്കാര ശേഷമുള്ള അഫ്ളൽ ദിക്ർ ആ 10 ചൊല്ലുക കൃത്യമായിട്ട്. ഹദ്ദാദല്ല. ഈ സുന്നികൾക്ക് അങ്ങനെ കുറേ പ്രത്യേകത ഉണ്ടാവും. സുന്നികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത. ഒരു സുന്നിയും അസുന്നിയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം തന്നെ എന്താണ്? ഒരു ഉദാഹരണത്തിന് LKG മുതൽ PG വരെ ഒന്നിച്ച് പഠിച്ച 2 ആൾക്കാർ, ഒന്ന് റഫീഖ് മറ്റൊന്ന് ഷഫീഖ്. ഒരുത്തൻ സുന്നിയാണ്, മറ്റത് അസുന്നിയാണ്. അവർ കുറേ കാലം കഴിഞ്ഞിട്ട് 10-25 കൊല്ലം കഴിഞ്ഞിട്ട് വിവിധ കമ്പനികളിലെ സ്റ്റാഫാണ്, അവർ അക്കൗണ്ടന്റോ മറ്റോ ആണ്. അവർ കണ്ടുമുട്ടിയിട്ട് വെച്ച് എന്തെല്ലാം വിശേഷമാണ്. അപ്പൊ സുന്നി പറയും അൽഹംദുലില്ലാഹ്, ഗോയിങ് ആസ് വെൽ, അടിപൊളിയായിട്ട് പോകുന്നു. എന്നാലും ആഖിറ ഓർക്കുമ്പോൾ ഒരു പേടിയാണ്. പിന്നെ കുറച്ച് സലാത്തും ദിക്റും ദുആ എല്ലാം ആയിട്ട് അങ്ങനെ സ്വീകരിക്കുമായിരിക്കും, രക്ഷപ്പെടും. അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെയല്ലേ വിചാരിക്കേണ്ടത്? ഹുസ്നുൽ ദന്നി മിൻ ഹുസ്നിൽ ഇബാദ എന്നല്ലേ? അതാണ്. അപ്പോൾ ഇയാളോടേക്കും, ഈ അസുന്നിയായ മനുഷ്യനോടേക്കും എൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ അവസ്ഥ എന്താ? അല്ല, എൻ്റെ അവസ്ഥ എടുക്കട്ടെ. നീ ദിക്ർ സ്വലാത്ത് എന്നല്ല പറഞ്ഞു, അതെന്താ നീ പറഞ്ഞത്? എന്താ ഉദ്ദേശിച്ചത്? ഞാൻ എവിടെ പോയാലും എല്ലായിടത്തും സ്വലാത്തുൻ അലാ നൂരിൽ വുജൂദി വാലിഹി ഇല്ലേ? ഉണ്ട്. അസ്സലാത്തു അലൻ നബി ഇല്ലേ? ഉണ്ട്. യാ റബ്ബി സ്വല്ലി അലൻ നബി ഇല്ലേ? ഉണ്ട്. അപ്പൊ മൗലിദ് മഹ്ദറത്തുൽ ബദരിയ, അങ്ങനെ മൗലായ സ്വല്ലി വസല്ലി ബുർദ. ശരി. അപ്പൊ ആ അർത്ഥത്തിൽ കുറച്ച് സലാത്തുണ്ട്, പിന്നെ ദിക്റുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നിസ്കാരം കഴിഞ്ഞിട്ട് അഫ്ളൽ ദിക്ർ 10 എന്തായാലും കിട്ടുമല്ലോ. അങ്ങനെ 50 വക്ത് ഹദ്ദാദ്. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ 50 ചെല്ലല്, 50 + 50 100 എന്തായാലും ഒരു ദിവസം കിട്ടുന്നുണ്ടല്ലോ. എനിക്കതുണ്ടോ? ഇല്ല. മൗലിദ് ഇല്ല. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പതിവാക്കാൻ പറഞ്ഞ ദിക്റുണ്ടല്ലോ, സബാഹൻ വ മസാഅൻ, രാവിലെയും വൈകുന്നേരം. അത് പരമാവധി അത് നീ ചെല്ലലുണ്ട്. എപ്പോ നീക്ക് ഇതിനുള്ള സമയം? എന്റെ ഡ്യൂട്ടി ടൈമിന് 14 മണിക്കൂർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെ, ഞാൻ രാവിലെ വിർദുൽ ലത്തീഫയിലും വൈകുന്നേരം ഹദ്ദാദ് റളീനാ ബില്ലാഹി റബ്ബിനാ അഊദു ബിക മിൻ ബിസ്മില്ലാഹ്. എനിക്ക് വിർദുൽ ഇല്ലല്ല, ഹദ്ദാ ഇല്ലല്ല. ശരി. ശരി. പിന്നെന്ന് പറഞ്ഞാൽ ബറാത്തിന് 3 യാസീൻ എനിക്കുണ്ടത് ഇല്ല, ദുഖാൻ ഇല്ല, ബറാത്തിന്റെ ഒന്നും ഇല്ല, മിറാജിന്റെ ഒന്നും ഇല്ല. എനിക്കെന്തില്ലേ? ഞാൻ പരമാവധി ആളെ കാഫറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, കാഫറാക്കിട്ടേ മുന്നോട്ട് പോകുന്നുണ്ട്. ശരി. അങ്ങനെ ഈ 2 ചങ്ങായിമാർ മരിച്ച് ഖബറിലെത്തി. സുന്നിയായ മനുഷ്യൻ ഇങ്ങനെ ഒഴുകേന്ന് 70,000 തഹ്ലീൽ എളമ്പേരപാറ യൂണിറ്റ് വക ഇങ്ങനെ 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 ഒഴുകേന്ന് 70,000 തഹ്ലീൽ ദിക്ർ ഖൈറാത്ത് ഇങ്ങനെ ഒഴുകുന്നു. അയാളെ ഖബർ വരണ്ടുപോലെ. ഇത് കേൾക്കുന്ന വഹാബികളായ അല്ലെങ്കിൽ സുന്നികളല്ലാത്തവരോട് സ്നേഹത്തോട് പറയാ, വെറുതെ ഇങ്ങനെ ആലോചിച്ചൊക്കെ എത്ര ഖൈറാ നമുക്ക് മുടങ്ങുന്നു. ഇബ്നു ഹജർ നിങ്ങൾ പറഞ്ഞല്ലോ റഹിമഹുല്ലാഹ് സവാജിറിന്റെ തുടക്കത്തിൽ, ഒരാൾ ബിദ്അത്തുകാരനാവലാണ്, ഒരാൾ ഈമാൻ ഇല്ലാതെ മരിക്കുന്നുള്ളതിന്റെ നേരത്തെയുള്ള റെഡ് സിഗ്നൽ. എത്ര ഖൈറാ മുടങ്ങുന്നു, എത്ര ഖൈർ. അല്ല, നീ എന്താടാ പള്ളിയിൽ നിന്ന് പെട്ടെന്ന് വന്നത്? തറാവീഹ് കഴിഞ്ഞിട്ട് കഴിഞ്ഞു, കഴിയാനായിട്ടില്ലല്ലോ. 9 കാലെങ്കിലും ആവല്ലോ. ഇതൊക്കിപ്പോ 8:50 എന്റെ കഴിഞ്ഞു. എന്റെ കഴിഞ്ഞു. അതെന്തെ 8 റക്അത്ത് നിസ്കരിച്ചത്? എവിടുന്ന്?
അവിടെ ആര് ഇമാമ്? ആ സഖാഫി. ആ ശരി. അപ്പൊ മൂപ്പര് എത്രയും നിസ്കരിക്കല്? 20 അറ്റം തോന്നുന്നു. മൂപ്പര് നിസ്കരിക്കുന്നതിനെ കുറിച്ച് കടുത്ത തെറ്റാണ്, റസൂൽ ചെയ്യാത്തതാണ്. ഇത്രയും കടുത്ത തെറ്റ് പരസ്യമായിട്ട് ചെയ്യുന്ന ആളെയാണോ നീ 8 റക്അത്ത് തുടർന്നത്? വെറുതെ പറയുന്നതാണ് പാവങ്ങൾ. കാര്യം 8 മണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വെറുതെ ആലോചിക്കുക, ഈ ഇത്രയും കടുത്ത തെറ്റ് പരസ്യമായിട്ട് ചെയ്യുന്ന മനുഷ്യന്മാരെ നമ്മൾ തുടരല്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യം ദീനിൽ കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളണം, ആ ഇമാമിനെ സ്വീകരിക്കരുത് എന്നല്ലേ. എന്താ 8 റക്അത്ത് തുടർന്ന്? വെറുതെ പാവങ്ങൾ പെട്ടുപോകുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 70,000 തഹ്ലീൽ നമ്മളൊക്കെ ചൊല്ലി പൂർത്തിയാക്കുക. റമദാൻ തന്നെ ആയാലും നന്നായി, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 4-മത്തത് കസ്റത്തു തസ്ബീഹ്. അതിനെക്കുറിച്ചല്ലേ ഗ്രന്ഥം വരുന്ന തന്നെ. തസ്ബീഹ് നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി നന്മന്റെ തട്ടില്. സഖീലത്താനി ഫിൽ മീസാൻ എന്ന് നുബുവത്തിന്റെ നാവ് കൊണ്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് ഉണ്ടാണ്. മുത്താലിമീങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവര് മഗ്രിബിന്റെ മുമ്പ് അങ്ങനെ ചൊല്ലുന്നുണ്ട്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, 27-ാം രാവല്ലാത്ത ദിവസം തസ്ബീഹ് നിസ്കരിച്ചാലും സ്വീകരിക്കുന്നതാണ്. കാര്യം അങ്ങനെയല്ലല്ലോ മസല. അങ്ങനെ നിസ്കരിക്കുക. ഇനി ഒരു റമദാൻ ഉണ്ടാവും നമുക്കറിയില്ലല്ലോ. അങ്ങനെ തസ്ബീഹ് നിസ്കരിക്കുക. കുറച്ച് തസ്ബീഹൊക്കെ ഉണ്ടാവുക. റുക്കോയിലും സുജൂദിലൊക്കെ 3 തസ്ബീഹ് എന്ത് വില കൊടുത്തും ചൊല്ലുക. തറാവീഹിൽ 3 തസ്ബീഹ് പോലും സുജൂദിൽ ചൊല്ലാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ കഷ്ടല്ലേ അത്? 3000 തസ്ബീഹിന്റെ കൂലിയല്ലേ അന്ന് കിട്ടുക നമുക്ക് ഒരു സുജൂദില്. സുജൂദിന്റെ കൂലി വേറെ വരുന്നുണ്ട്, അതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കൂലിയുണ്ട്. അഖ്റബുമായ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴി സുജൂദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴി സുജൂദാണ്. അതാണ് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി തങ്ങൾ റളിയല്ലാഹു അൻഹു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗ സീറ്റ് തങ്ങൾ ഒന്നിച്ചെന്നെ കിട്ടണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോ സുജൂദ് നല്ലോണം ചെയ്തോളി എന്ന് പറഞ്ഞത്. സുജൂദിന്റെ കൂലി വേറുണ്ട്, അതിലേക്കല്ലേ ഞാൻ പോണത്. തസ്ബീഹ് അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 1000 നന്മ എല്ലാ ദിവസവും ചെയ്തുകൂടെ? അപ്പൊ സഹാബത്ത്, എല്ലാ ദിവസവും അത് നടക്കുമോ നബിയെ? എല്ലാ ദിവസവും വല്ലപ്പോഴൊക്കെ കുത്തിയിരുന്ന് ചെയ്യാം, എല്ലാ ദിവസവും നടക്കുമോ? സഹാബത്ത് പ്രാക്ടിക്കൽ സൈഡാണ് ചോദിക്കുന്നത്. അപ്പൊ തങ്ങൾ അതിനെ സിമ്പിൾ ആക്കി കൊടുക്കുന്നു. 100 തസ്ബീഹ് എല്ലാ ദിവസവും ചെല്ലാൻ കഴിയില്ലേ? അത് നടക്കും. 1-ന് 10 അല്ലേ ഇസ്ലാമില്? 100 × 10. ഓക്കെ. അപ്പൊ നിസ്കാര ശേഷം 33 അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, അങ്ങനെ 100 പൂർത്തിയാകും. 5 നിസ്കാര ശേഷം ചൊല്ലിയാൽ 5000. ഉറങ്ങാൻ നേരത്തെ അത് ചൊല്ലിയാൽ 34 അല്ലാഹു അക്ബർ കൊണ്ട് പൂർത്തിയാക്കിയാൽ 6000. എന്തൊരു കൂലിയ! തസ്ബീഹ് കൂടുതലുള്ള ആൾക്കാർ മഹ്ശറിലെത്തിയാൽ അത് വക്കലോടുകൂടി അതിന് വലിയ ഭാരം ഉണ്ടാകും. അടുത്തത് ഖൗലു അൽഹംദുലില്ലാ എന്നുള്ള ദിക്ർ അധികരിപ്പിക്കണം. എന്ത് പറയുമ്പോൾ അൽഹംദുലില്ലാ പറയും. ഇങ്ങനെ കുറെ ഉസ്താദുമാരെ കണ്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ എന്ത് കേട്ടാൽ അവര് അൽഹംദുലില്ലാ എന്ന് പറയും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ ഹദീസ് തന്നെ ഉണ്ടല്ലോ. മീസാൻ നിറക്കുന്നതാണ് അൽഹംദുലില്ലാ.